ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്ന സമയത്ത് നമ്മൾ ശ്രുതി അമ്മായിയുടെ ഒപ്പം പോകാൻ നിൽക്കുകയാണ്. എല്ലാവരും കൂടി അമ്മായിയുടെ ഒപ്പം പറഞ്ഞയക്കുകയാണ്. ആ സമയത്താണ് നമ്മൾ ശ്രുതി പറയുന്നുണ്ട്, അമ്മായിയോട് പറയണ്ടേ, എനിക്കൊരു കാര്യം അശ്വിൻ സാറോട് പറയാനുണ്ട്, ഞാനൊന്നത് പോയി പറഞ്ഞിട്ട് വരട്ടെ അമ്മായി എന്ന് പറഞ്ഞാൽ അമ്മായിയുടെ കൈയൊക്കെ വിടുന്നുണ്ട്. എന്നിട്ട് ശ്രുതി അശ്വിൻ സാറിനെ കൂടിയിട്ട് റൂമിലേക്ക് പോകണ്ടേ. എന്നിട്ട് ഒടുവിൽ ശ്രുതി അശ്വിനോട് പറയുന്നുണ്ട് ഐ ലവ് യു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അശ്വിൻ ഇത് കേട്ടപ്പോൾ ആകെ ഞെട്ടൽ എന്തൊക്കെയോ. എന്തായാലും അശ്വിൻ അവൾക്കൊരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവൾ പോകുന്നുണ്ട് വീട്ടിലേക്ക്. പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ അച്ചമ്മ ശ്രുതിയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. ശ്രുതിയുടെ വീട്ടിൽ ചെന്നിട്ട് പറയേണ്ട ശ്രുതിയുടെ അമ്മായിയോട് പറയുന്നുണ്ട്, എൻ്റെ കൊച്ചുമോനും ഇവിടുത്തെ കുട്ടിയും തമ്മിലുള്ള വിവാഹത്തിന് എനിക്ക് ഒട്ടും താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ അമ്മായി പറയുന്നുണ്ട്, ഇത് ഇന്ന് നമ്മുടെ മാത്രം തീരുമാനമാണോ അതോ വീട്ടുകാരുടെ കൂടി എല്ലാവരുടെയും തീരുമാനമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അച്ഛമ്മ പറയുന്നുണ്ട്, എൻ്റെ തീരുമാനം എൻ്റെ വീട്ടുകാരുടെ എല്ലാവരുടെയും തീരുമാനമാണെന്ന് കൂട്ടിക്കോളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അമ്മായി അച്ഛമ്മോട് പറയുന്നുണ്ട്, ശ്രുതി അശ്വിനും യഥാർത്ഥത്തിൽ ആചാരപൂർവ്വം കല്യാണം കഴിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ അവർ ഭാര്യ ഭർത്താവാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അച്ഛമ്മ ചോദിക്കുന്നുണ്ട് ഏത് വകയിൽ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ശ്രുതി മെല്ലെ പോയിട്ട് അമ്മ ഇതൊക്കെ കേൾക്കുന്നുണ്ടോ നോക്കാൻ പോകുന്നുണ്ട്, ഉള്ളിലേക്ക് പോകുന്നുണ്ട്. ആ സമയത്ത് അമ്മ അവളെ കാണാതിരിക്കുക ഫ്രിഡ്ജിൻ്റെ ബാക്കിൽ ഒളിയുണ്ട്. പിന്നെ കാണിക്കണമെന്ന് നമ്മൾ ഷ്യാം സെലീനോട് പറയുന്നുണ്ട്, ശ്രുതി അധികാരത്തോടെ അശ്വിൻ്റെ ഭാര്യയായിട്ട് കയറി വന്നാൽ പിന്നെ അവൾ വിചാരിക്കേണ്ടത് ആ വീട്ടിലൊക്കെ നടക്കൂ, പിന്നെ നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല, അതുകൊണ്ട് ആ കല്യാണം നമുക്ക് എത്രയും പെട്ടെന്ന് മുടക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് സെലീൻ ചോദിക്കുന്നുണ്ട്, സത്യത്തിൽ സാറിൻ്റെ ശത്രു ആരാ, അശ്വിൻ സായിറാമാണോ അതോ ശ്രുതിയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ കാണിക്കണം നമ്മുടെ അശ്വിൻ അച്ഛമ്മോട് പറയുന്നുണ്ട്, അശ്വിൻ സായിറാം ഒരു ജീവിതത്തിൽ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അവൾ തന്നെ ആയിരിക്കും എൻ്റെ ജീവിതകാലം മുഴുവനുള്ള ഭാര്യ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് അച്ഛമ്മ ചോദിക്കേണ്ടത് നിനക്ക് എന്തറിയാം ശ്രുതിയെക്കുറിച്ച് എന്നറിയാം. അപ്പോൾ അശ്വിൻ പറയുന്നുണ്ട്, എനിക്കറിയണ പോലെ ശ്രുതിയെ ഈ ലോകത്ത് വേറെ ആർക്കും അറിയില്ല എന്നാണ് എൻ്റെ ധാരണ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.